ഹായ് വെൽക്കം ടു നിച്ചൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വേഗം തന്നെ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കോവയ്ക്ക അരിയണം. കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് തോരൻ വയ്ക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് വേഗം വേഗം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഇതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സവോള കൂടെ അരിഞ്ഞിടുകയാണ്. സവോള ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ഒരു സവോള കട്ട് ചെയ്തിട്ടു. അങ്ങനെ വേഗം ചെയ്യും കേട്ടോ. വേഗം നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് സ്പീഡിലാണ് ഇതെല്ലാം ചെയ്യുന്നതും ഇത്തിരി സ്പീഡിട്ടാണ് കാണിക്കുന്നത് നിങ്ങളെ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കുന്നതും കൂടിയാണ്. പിന്നെ പച്ചമുളക് ചെറുതായി അങ്ങനെ പച്ചമുളകും ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇടുന്നത്. ഒത്തിരി ചെറിയ കഷ്ണമാക്കി ഇടുന്നില്ല. കാരണം ഇനി പിള്ളേരൊക്കെ എടുത്ത് വയൽ വെച്ച് കടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എരിഞ്ഞ് കരച്ചിലായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് കരിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ടു. പിന്നെ തേങ്ങ ഓൾറെഡി ചിരണ്ടി നമ്മൾ ഫ്രീസറിൽ വെക്കും ഒന്നിച്ച് വാങ്ങിച്ചിട്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടു. പിന്നെ എണ്ണ ഇട്ടു. എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കടുകൊക്കെ ഇട്ട് മൂപ്പിച്ചു. പെട്ടെന്ന് തന്നെ അത് തോരനെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2-3 വഴുതനങ്ങ മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ വഴുതനങ്ങ എല്ലാം അരിഞ്ഞു. സവോള അരിഞ്ഞിട്ട് പച്ചമുളക് അരിഞ്ഞിട്ട് ഇച്ചിരി കറിവേപ്പില കൂടി ഇട്ടു. പെട്ടെന്ന് തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് കടുക് മൂപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വഴുതനങ്ങ അതിൻ്റെ ഉള്ളി എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേഗം ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല കേട്ടോ ഇട്ടേക്കുന്നത്. അങ്ങനെ അതെല്ലാം കൂടെ വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഓർത്ത് കുറച്ച് മോര് കറിയും കൂടെ ഉണ്ടാകണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചതച്ചെടുത്തു. തൈര് ഒന്ന് നല്ലതായിട്ട് ഇളക്കിയെടുത്തു. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള എണ്ണയൊക്കെ ഒഴിച്ച് ഇത് കടുക് മൂപ്പിക്കുക കേട്ടോ. അപ്പോൾ കടുക് മൂപ്പിക്കാനായിട്ട് എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചൂടായി അപ്പോഴേക്കും ഉലുവയും കടുകൊക്കെ ഇട്ടു. അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചതച്ച് വെച്ച് അതിനകത്തോട്ട് ഇട്ടു. പിന്നെ കുറച്ച് സവോള അരിഞ്ഞിട്ടുണ്ടായിരുന്നു, സവോള ഇട്ടു. പിന്നെ 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഒന്ന് ശരിക്കും മൂപ്പിച്ച് വരുവാണ്. മൂപ്പിച്ചപ്പോഴേക്കും കുറച്ച് ചെറുതായിട്ട് ഇച്ചിരി ഒരു മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടു. അത് ഇളക്കി നല്ലതായിട്ട് ഇച്ചിരി ഒന്ന് ഫ്രൈ കൂടിയോ എന്നൊരു സംശയം. അപ്പോഴേക്കും പിന്നെ തൈരും കൂടെ ഒഴിച്ചു കേട്ടോ. ആ കൂട്ടത്തിൽ തൈര് ഒഴിക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല, പെട്ടെന്നായിപ്പോയി. മോര് കറി റെഡി. ഓക്കെ, ബൈ.